ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്ന, അതായത് നമുക്കറിയാം ജോഗ്രഫി എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. അപ്പോൾ കാറ്റുകളുണ്ട്, നദീരൂപങ്ങളുണ്ട്, ശിലകളുണ്ട്, ഭൂകമ്പം, അതേപോലെ അഗ്നിപർവ്വതങ്ങൾ, അതേപോലെ നമ്മുടെ അന്തരീക്ഷം, അങ്ങനെ കുറേ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും അനുസരിച്ച് നമ്മുടെ PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് വരാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിക്കേ. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിരൂപ താഴ്വരകൾ അത് ഏതാണ്, ഘട്ടം ഏതാണ്? അത് യുവത്വ ഘട്ടത്തിലാണ് വിരൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നത്. അപ്പൊ നമുക്കിവിടെ പഠിക്കേണ്ടത് എന്താണ് നദിയുടെ ഈ പറയുന്ന രൂപങ്ങളും അതേപോലെ ഈ നദീരൂപങ്ങളൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് അതിന്റെ 9ാം ക്ലാസ്സിലെ നമ്മുടെ പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ഓൾഡ് SCERT ടെക്സ്റ്റ് ബുക്കിൽ, പുതിയ SCERT പഴയ SCERT ടെക്സ്റ്റ് ബുക്കില് ജോഗ്രഫിയില് 9th ജോഗ്രഫിയില് 4ാമത്തെ ചാപ്റ്റർ ആണ് പ്രകൃതിയുടെ കൈകളാൽ. നിങ്ങൾ ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഭൂരൂപങ്ങളെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതായത് നമുക്ക് പഠിക്കാനുള്ളതിൽ ഭൂരൂപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതിൽ ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ പൊതുവെ എന്താണ് 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്? ഉപരിഘട്ടം എന്ന് പറയുന്നത്. ഉപരിഘട്ടം. അടുത്ത ഏതാണ്? മധ്യഘട്ടം അഥവാ മിഡിൽ കോഴ്സ്. ലാസ്റ്റ് വരുന്നതാണ് കീഴ്ഘട്ടം അഥവാ ലോവർ കോഴ്സ്. ഇതിൽ ഈ പറയുന്ന കീഴ്ഘട്ടമാണ് വാർദ്ധക്യഘട്ടം എന്ന് പറയുന്നത്. ഉപരിഘട്ടത്തെയാണ് അല്ലെങ്കിൽ മധ്യഘട്ടത്തെയാണ് നമ്മൾ യുവത്വഘട്ടം എന്നൊക്കെ പറയുന്നത്. ഉപരിഘട്ടത്തെയാണ് യുവത്വഘട്ടം എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് അല്ലേ യുവത്വഘട്ടം എന്ന് പറയുന്നത്. ഇതാണ് വാർദ്ധക്യഘട്ടം. നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചെരുവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗത്തെയാണ് നമ്മൾ ഉപരിഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപരദന പ്രക്രിയയുടെ തീവ്രത ഇവിടെ കൂടുതലായിരിക്കും. കാര്യം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഭൂമി ഇങ്ങനെ കുത്തനെ കിടക്കുന്ന, സ്വാഭാവികമായിട്ടും അവിടെ അപരദനം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാം എന്ത് ചെയ്യും? അടിച്ചു വലിച്ചുകൊണ്ടൊക്കെ അങ്ങ് പൊക്കോളും. അപ്പൊ അപരദന പ്രക്രിയ അവിടെ എന്താണ്? കൂടുതലാണ്. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടമാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ. ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? മധ്യഘട്ടം എന്ന് പറയുന്നത്. മധ്യഘട്ടം. ഓക്കെ, ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം എന്താണ്? കുറയുന്നതിനാൽ അപരദന തീവ്രത കുറഞ്ഞ് അവിടെ എന്ത് സംഭവിക്കും? നിക്ഷേപണങ്ങൾ കൂടും. നിക്ഷേപണ പ്രവർത്തനങ്ങൾ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവന്നത് ഇവിടെ വരുമ്പോഴേക്ക് ഏകദേശം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. പിന്നെയാണ് സമതലങ്ങളിലൂടെ ഒഴുകുന്നത്. കണ്ടാ, ഇങ്ങനെയായിരിക്കും ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഏകദേശം. അപ്പൊ ഇനി നോക്കാം നമുക്ക്. കാര്യം ഈ മുകളിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇവിടെ പതിയെ പതിയെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം എന്ന് പറയുന്നത്. അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിന്റെ വേഗം കുറവായതിനാലും ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം എന്താണ്? കൂടുതലാണ്. കണ്ടോ, ഇതാണ് ഉപരിഘട്ടം. കണ്ടോ, ഫിഗർ കണ്ടോ? ഇവിടെയാണ് നമ്മുടെ നദിയുടെ ഉത്ഭവ പ്രദേശമാണ്. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. ശക്തമായ അപരദന പ്രവർത്തനം, നിക്ഷേപണ പ്രവർത്തനങ്ങളില്ല, താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങി. ഇവിടെയാണ് നമ്മുടെ വിരൂപ താഴ്വരകൾ. കണ്ട, ഇങ്ങനെ വിരൂപ താഴ്വരകളൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഈ പറയുന്ന ഉപരിഘട്ടത്തിലാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം നമുക്ക്. മധ്യഘട്ടം എന്താണ്? അടിവാരത്ത് കൂടി ഒഴുകുന്നു. അപരദനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവമാണ്. മധ്യഘട്ടത്തിലാണ് എന്ത്? മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളൊക്കെ കാണപ്പെടുന്ന ഈ പറയുന്ന മധ്യഘട്ടത്തിലാണ്. ഉണ്ടോ? ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് എന്താണ്? കീഴ്ഘട്ടം. സമതല പ്രദേശത്തു കൂടി ഒഴുകുന്നു. നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാണ്. പ്രളയ സമതലങ്ങളൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? കീഴ്ഘട്ടത്തിലാണ്. ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ രൂപങ്ങളൊക്കെ ഡെൽറ്റയിലാണ്. അപ്പൊ ഉപരിഘട്ടത്തിൽ വിരൂപ താഴ്വരകളുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്. മധ്യഘട്ടത്തിലാണെങ്കിൽ വക്രവലയങ്ങൾ, മിയാൻഡേഴ്സ് ഉണ്ട്, അതേപോലെ ഓക്സ്ബോ തടാകങ്ങളുണ്ട്. വാർദ്ധക്യഘട്ടത്തിലാണെങ്കിൽ പ്രളയ സമതലങ്ങളും പിരിഞ്ഞൊഴുകുന്ന ചാലുകളും ഡെൽറ്റകളും ഒക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? കീഴ്ഘട്ടം അഥവാ വാർദ്ധക്യഘട്ടത്തിലാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത്. ലോയിസ് സമതലങ്ങൾ എന്ന് പറയുന്നത് കാറ്റാണ്. കാറ്റിന്റെ ഒരു എന്താണ് നമ്മുടെ കാറ്റുണ്ടാക്കുന്നതാണ് ലോയിസ് സമതലം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുമ്പോൾ കുറച്ച് ഈ പറയുന്ന ഭൂരൂപങ്ങൾ പഠിക്കാനുണ്ട്. നദികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, വീരൂപ താഴ്വരകള്, ഗിരികന്ധരങ്ങള്, അതേപോലെ തന്നെ എന്താണ് പോർട്ട് ഹോൾസ്, ഉൾക്കുഴികൾ എന്ന് പറയും. അങ്ങനെ കുറെ ഉണ്ട്. ഡെൽറ്റ, പ്രളയം, ഇതൊക്കെ എന്താണ്? പ്രളയ സമുദ്രങ്ങളൊക്കെ നദികളാണ്. ഇനി ഭൂഗർഭജലമാണെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട് സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റ്സും. അതൊക്കെ നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ ഉൾപ്പെടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അതിന്റെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ PDF വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി, എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാമിൽ ആ ഒരു ചാപ്റ്ററിന്റെ PDF ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു ചാപ്റ്റർ ആണ്. നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ആ വേൾഡ് ജോഗ്രഫിയിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടുന്ന ചാപ്റ്റർ അത്. ഇനി അടുത്ത ഹിമാനികളാണെങ്കിൽ നമ്മൾ പറഞ്ഞു വീരൂപ താഴ്വരകൾ നദികളാണെങ്കിൽ യൂരൂപ താഴ്വരകളുണ്ട്. അത് ഹിമാനികൾ രൂപം കൊള്ളുന്നതാണ് യൂരൂപ താഴ്വരകൾ. പിന്നെ അതേപോലെ തന്നെ എന്താണ് ക്ലിഫുകള്, അതേപോലെ ഗുഹകള്, കടൽ സ്തംഭങ്ങളൊക്കെ എന്താണ്? അത് തിരമാലകളാണ്. തിരമാലകൾ മൂലമുണ്ടാകുന്നതാണ്. പിന്നെ പറയുന്നതാണ് കാറ്റ്. കാറ്റിലാണെങ്കിൽ പിന്നെ പറയാനുള്ളത് ബർക്കൻസ് എന്ന് പറയും. ബർക്കൻസ് ഒക്കെ എന്താണ്? കാറ്റാണ്. ഗർത്തങ്ങള്, ഗുഹകള്, കൂൺശിലകൾ, അതൊക്കെ കാറ്റ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പൊ ഏതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപരദന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് തന്നിരിക്കുന്നത്. അവയിൽ ശരിയായ ജോഡി നദികൾ, ഗിരികന്ധരം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹിമാനി, വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടങ്ങൾ വരുത്തുന്നത് നദിയുടെ ഒരു ഭൂരൂപമാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. സിംഗഹോള്, സിംഗഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഭൂഗർഭജലമാണ്. അവതല കുഴി എന്ന് പറയും. ഭൂഗർഭജലം ഉണ്ടാക്കുന്ന ഒരു ഭൂരൂപമാണ് സിംഗഹോളുകൾ. ബർക്കൻസ്, ബർക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാറ്റുണ്ടാക്കുന്നതാണ് ബർക്കൻസ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയല്ലേ? സോ ഓപ്ഷൻ എ 1, അതായത് നദികൾ, ഗിരികന്ധരം, അത് മാത്രമാണ് ശരിയായ ജോഡിയായിട്ട് ഇവിടെ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? മാഗ്മയിൽ കാണപ്പെടുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ, ഇവയെല്ലാം മാഗ്മയിൽ ഉള്ളതാണ്. എന്താണ് മാഗ്മ എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കറിയാം ഒരു അഗ്നിപർവ്വതം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തിളച്ച് മറിഞ്ഞു കിടക്കുന്ന ആ ഒരു യെല്ലോ കളറിലെ ദ്രാവകമില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് മാഗ്മ എന്ന് പറയുന്നത്. ഈ മാഗ്മ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അന്തരീക്ഷവുമായി കോണ്ടാക്ട് വരുമ്പോഴേക്കും അത് തണുത്തുറഞ്ഞു വരും. അതിനെയാണ് നമ്മൾ പറയുന്നത് ലാവ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? മാഗ്മയും ഉണ്ട്, ലാവയും ഉണ്ട്. അത് രണ്ടും എന്താണെന്ന് ഐഡിയ വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് ഏത് സമുദ്രത്തിലാണെന്നാണ്. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് പസഫിക് ഓഷ്യനിലാണ്. പസഫിക് ഓഷ്യൻ. അപ്പൊ നമുക്കറിയാം അഗ്നിപർവ്വതങ്ങൾ സജീവമുണ്ട്, അതേപോലെ തന്നെ എന്താണ് നിദ്രയിലാണ്ടവ, സുഷുപ്തിയിലാണ്ടവ എന്നൊക്കെ പറയും. പിന്നെ എന്താണ് നിർജീവ അഗ്നിപർവ്വതം? അത് ഓൾറെഡി പൊട്ടിത്തെറിച്ചൊക്കെ കഴിഞ്ഞതാണ്. സുഷുപ്തി, നിദ്രയിലാണ്ടവ എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും പൊട്ടാം, അതിങ്ങനെ ഉറക്കത്തിൽ കിടക്കുവാണെന്നുള്ള ഒരു മീനിങ്ങിലാണ്. അപ്പൊ സജീവ അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും എന്താണ്? ലൈവാണത്. അപ്പൊ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് എന്താ? മോണലോവ. മോണലോവ. മോണലോവ എന്താണ്? നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ മോണലോവ പാട്ട് കേൾക്കുന്നുണ്ട് അല്ലെ? ബേഡന്റെ പുതിയ സോങ് ആയിരുന്നു മോണലോവ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതത്തോടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ആ ഒരു കാമുകിയെ കമ്പയർ ചെയ്തൊരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, മോണലോവ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് മോണലോവ എന്ന് പറയുന്നത്. ഹവായിലാണ്. ഹവായ്. ഓക്കെ, ഇനി ഇന്ത്യയിലുണ്ടല്ലോ ഒരു സജീവ അഗ്നിപർവ്വതം. അത് ഏതാണ്? അത് ആൻഡമാനിലെ ബാരൻ ദ്വീപുകളിലുള്ളതാണ്. ബാരൻ ദ്വീപിലെയാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത്. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? സൗരവാദം, വേർതിരിക്കൽ, വാതകമോചനം, അതേപോലെ പ്രകാശസംശ്ലേഷണം. ഈ പറയുന്ന ഭൂമിയിൽ നമ്മുടെ അന്തരീക്ഷം ഉണ്ടാകുന്നത് കുറെ പ്രോസസ്സൊക്കെ വഴിയാണ് അല്ലെ? പണ്ട് നമ്മുടെ സൂര്യനൊക്കെ പോലെ തന്നെയായിരുന്നു ഭൂമിയും. അപ്പൊ അതെന്താണ്? ആദ്യത്തെ പ്രോസസ്സാണ് സൗരവാദം എന്ന് പറയുന്നത്. സൂര്യനെ പോലെ തന്നെ ഹൈഡ്രജനും ഹീലിയും ഒക്കെ നിറഞ്ഞതായിരുന്നു നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു അന്തരീക്ഷം ഇല്ലാതാവുന്ന ഒരു പ്രോസസ്സാണ്. അതിലെന്താണ്? ഈ സൗരവാദം, സോളാർ വിൻസ് ആണ് ഹൈഡ്രജനും ഹീലിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സൗരവാദത്താൽ ഇല്ലാണ്ടാവുന്നുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്. ഭൂമിയുടെ അന്തരീക്ഷം ഉണ്ടാകുന്നതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് പറയുന്നത് സൗരവാദം മുഖേന എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അന്തരീക്ഷം ഇല്ലാതാവുന്നുണ്ട്. അടുത്ത പറയുന്ന വാതകമോചനമാണ്. അതായത് ഈ പറയുന്ന ഇതൊക്കെ ലിബറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭൂമിയുടെ ഉള്ളിലും ഇതേപോലെ തന്നെ എന്താണ്?
ഈ ഭൂമി പതുക്കെ പതുക്കെ തണുക്കാൻ തുടങ്ങി. ഈ തണുക്കുന്ന ഘട്ടത്തില് ഈ ഭൂമിയുടെ ഉള്ളിലും ഇതേപോലെ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അതൊക്കെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്ന് നീരാവിയും വാതകങ്ങളും ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അതിനെയാണ് ഡീഗ്യാസിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രോസസ് ആണ്. അങ്ങനെ ഒത്തിരി അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നീരാവിയും ഒക്കെ ഭൂമിയിലേക്ക് വന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? നീരാവി ഉണ്ടാകും, അവിടെ മഴ പെയ്യുന്നുണ്ട്. ഈ പറയുന്ന അങ്ങനെ സമുദ്രങ്ങൾ ഉണ്ടാകും. സമുദ്രങ്ങളിൽ അങ്ങനെ നെക്സ്റ്റ് പ്രോസസ് ആണ് എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് ഫേസ് ആണ്. ഇതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഭൂമിക്ക് ഒരു അന്തരീക്ഷം ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇവിടെ കൂട്ടത്തിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, വേർതിരിക്കൽ. വേർതിരിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശിലാമണ്ഡലത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടതാണ് വേർതിരിക്കൽ എന്ന് പറയുന്നത്. ശിലാമണ്ഡലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതെല്ലാം? അപ്പൊ നമുക്കറിയാം, ഭൂമി എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള പേരാണ് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിൽ. പിന്നെ എന്തുണ്ട്? 2 കാമ്പുകളുണ്ട് അല്ലെ? കാമ്പ് എന്ന് പറയുന്നത് 2ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് അകക്കാമ്പ്, അതിന് എന്താണ്? പുറക്കാമ്പ്. ഇങ്ങനെയാണ് ഭൂമിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ഭൂവൽക്കത്തെ എഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും. ഈ വൻകര ഭൂവൽക്കത്തിലാണ് എന്തുള്ളത്? സിയാലുള്ളത്. സമുദ്ര ഭൂവൽക്കത്തിലാണ് സിമയുള്ളത്. ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? സിയാൽ എന്താണ്? നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിയാൽ, അങ്ങനെ ഓർത്താൽ മതി. ഈ സിയാൽ എവിടെ ഇരിക്കുന്നത്? വെള്ളത്തിലാണ്? അല്ല, സിയാൽ എന്ന് പറയുന്ന കരയിലിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ വൻകര ഭൂവൽക്കത്തിൽ എന്താണ്? സിയാലാണ്. സിയാൽ സിലിക്കണും അലൂമിനിയമാണ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഇനി സമുദ്രം. സമുദ്രം എന്താണ്? സീമയില്ലാത്ത, അതിരില്ലാത്തതല്ലേ സമുദ്രം എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ നോക്കി അതിര് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഈ ഇപ്പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടലിന്റെ അറ്റം ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പൊ എന്താണ്? അതിരില്ലാത്തതാണ്, സീമ ഇല്ലാത്തതാണ്. അപ്പൊ സിമ എന്ന് പറയുന്നത് എന്താണ്? സമുദ്ര ഭൂവൽക്കമാണ്. ഇനി ഒന്നും കൂടി ഉണ്ട്. എന്താ? നിഫെ എന്ന് പറയും. നിഫെ എന്ന് പറയുന്നത് ഭൂമിയുടെ അകക്കാമ്പിലുള്ളതാണ്. നിഫെ എന്ന് പറയുന്നത് നിക്കലും അയണുമാണ്. അകക്കാമ്പിലാണ് നിഫെ ഉള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ആണ്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കമാണ് ചോദിച്ചിരിക്കുന്നത്. അന്തരീക്ഷമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു നൈട്രജൻ ആണെന്ന്. ഭൂവൽക്കമാകുമ്പോൾ അത് ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാ? ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. ശരിയാണ്. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ആണോ? അല്ല. അതേതാണ്? ആ വരമ്പിന്റെ പേരാണ് മൊഹറോവിസിക് വിച്ഛിന്നത. മൊഹറോവിസിക് വിച്ഛിന്നത. ഭൂവൽക്കവും മാൻഡിലും. അപ്പൊ ഗുട്ടൻബർഗ് എന്താണ്? ഗുട്ടൻബർഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന മാൻഡിലില്ലേ, മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഈ ഫിഗറിൽ ഈ ഭൂവൽക്കവും മാൻഡിലും ആണെങ്കിൽ ഇവിടെ മൊഹറോവിസിക്കും, ഈ മാൻഡിലും കാമ്പും ആണെങ്കിൽ അവിടെ എന്താണ്? ഗുട്ടൻബർഗ് വിചിന്നതയുമാണ് വരേണ്ടത്. പിന്നെയും ഉണ്ടിട്ട വിചിന്നതകൾ നമ്മൾ ഉപരി മാൻഡിലും പറയുന്നുണ്ട്, അധോ മാൻഡിലും പറയേണ്ടത്. അതിനെ തമ്മിൽ വേർതിരിക്കുന്നതാണ് റെപ്പറ്റി എന്ന് പറയും. റെപ്പറ്റി. പിന്നെ അകക്കാമ്പും പുറക്കാമ്പും ഇതിനെ തമ്മിൽ വേർതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ലേമാൻ എന്ന് പറയും. അപ്പൊ റെപ്പറ്റി ഉണ്ട്, മെഹറോവിസിക് ഉണ്ട്, ഗുട്ടൻബർഗ് ഉണ്ട്, ലേമാൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂവൽക്കവും പുറക്കാമ്പാണ്. നോക്കിക്കേ, ഭൂവൽക്കത്തിന്റെ തൊട്ട് താഴെ വരുന്ന മാൻഡിലാണ്, അതിനും താഴെയാണ് പുറക്കാമ്പ്. അപ്പൊ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേരുന്നതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഭൂവൽക്കവും പുറക്കാമ്പല്ല, ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗമാണ്. മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതും അവിടെ ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഏതാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത്? നിഫെ അകക്കാമ്പ്. അകക്കാമ്പിലാണ് നിക്കലും അയണും ഉള്ളത്. നമ്മൾ പറഞ്ഞതാണ് അകക്കാമ്പാണ്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം. അപ്പൊ ശിലകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്കുണ്ട് പഠിക്കാനായിട്ട്. ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില എന്നുള്ളതൊക്കെ. അപ്പൊ എന്താണ് ആഗ്നേയ ശിലക്ക് ഉദാഹരണം? ആഗ്നേയ ശിലയ്ക്കാണ് എന്താ? പ്രാഥമിക ശില. അതായത് നമ്മുടെ ഈ പറയുന്ന ഈ മാഗ്മയോ അല്ലെങ്കിൽ എന്താണ് ലാവയോ ഒക്കെ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയ ശില. അതുകൊണ്ട് തന്നെ ആ ശിലയെ അറിയപ്പെടുന്ന പേരാണ് പ്രാഥമിക ശില. പ്രാഥമിക ശില എന്നറിയപ്പെടും. അതേപോലെ തന്നെ എന്താണ്? ശിലകളുടെ അല്ലെ ഏറ്റവും ബേസ് ആണ്, സ്റ്റാർട്ടിംഗ് ആണ്. പിതൃശില എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പറയുന്ന ആഗ്നേയ ശിലയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു.
ഇനി ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ബസാൾട്ട് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. പിന്നെ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ, അതായത് ഈ പറയുന്ന അന്തർവേദം, അകത്തല്ലേ, അതായത് ഈ പറയുന്ന ഇതിന്റെ ഉള്ളില് ഈ പുറത്തേക്ക് വരുന്ന ലാവയാണ് തണുത്തുറയുന്നെങ്കിൽ അതിനെ ബാഹ്യജാത ശിലകൾ എന്ന് പറയും. പുറത്തേക്ക് വന്നില്ലേ, ബാഹ്യം പുറത്തേക്ക് വന്നു. ഇതിന്റെ ഉള്ളിലെ മാഗ്മയാണ് തണുത്തുറയുന്നതെങ്കിൽ അതിനെ അന്തർവേദ ശിലകൾ എന്ന് പറയുന്നു. അകത്ത് അതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഈ ബാഹ്യജാത ശിലകളാണ് എന്തെന്ന് പറയുന്നത് ബസാൾട്ട്, പിന്നെ എന്താണ് റിയോലൈറ്റ്. ബസാൾട്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. റിയോലൈറ്റ്, ആന്റിസൈറ്റ്, ഇത് മൂന്നും എന്താണ് ബാഹ്യ ജാതശിലകളാണ്. ഇനി അന്തർവേദ ശിലകളാണ് എന്ത് പറയുന്നത് ഗ്രാനൈറ്റ് ഉണ്ട്, പിന്നെയുള്ളത് ഗ്യാബ്രോ. ഈ ഗ്യാബ്രോയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗ്യാബ്രോ, അതേപോലെ ഡോളറൈറ്റ്, ഇതൊക്കെ എന്താണ് അന്തർവേദ ശിലകളാണ്, അതായത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന മാർബിൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് പഠിച്ചു വെക്കുക. മാർബിൾ എന്ന് പറയുന്നത് കായാന്തരിത ശിലയാണ്. ഷെയിൽ എന്ന് പറയുന്നത് അവസാദ ശിലയാണ്. ലിഗ്നൈറ്റ് എന്ന് പറയുന്നതും എന്താണ് ഒരു അവസാദ ശിലയാണ്. നെക്സ്റ്റ് ആണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏത്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? നമ്മുടെ അവസാദ ശിലകളാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ അവസാദ ശിലകൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം പറഞ്ഞു, എന്താണ് ഷെയില് പറഞ്ഞല്ലേ, ഷെയില്, അതേപോലെ ലിഗ്നൈറ്റ് ഒക്കെ പറഞ്ഞു. പിന്നെയുള്ളത് മണൽക്കല്ല്, അതേപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല്, കളിമണ്ണൊക്കെ അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏത്? അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, നമ്മൾ പറഞ്ഞു ആഗ്നേയമാണ്. കൽക്കരി എന്താണ് അവസാദ ശിലയാണ്. ബസാൾട്ട് എന്താണ് ആഗ്നേയ ശിലയാണ്. ഗാബ്രോ എന്താണ് ആഗ്നേയ ശിലയാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, കൽക്കരിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏത്? അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആഗ്നേയം, മാർബിൾ കായാന്തരിതം, ബസാൾട്ട് ആഗ്നേയം, ചുണ്ണാമ്പുകല്ല് അവസാദം. അപ്പൊ ഏതാണ്? ചുണ്ണാമ്പുകല്ല്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് നോക്കാം നമുക്ക്. മണൽക്കല്ല് എന്താണ്? അവസാദ ശിലയാണ്. ചുണ്ണാമ്പ് കല്ല് എന്താണ്? അവസാദ ശിലയാണ്. ബസാൾട്ട് എന്താണ്? ആഗ്നേയ ശിലയാണ്. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ബസാൾട്ട് ആണ്. മാർബിൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? മാർബിൾ എന്ന് പറയുന്നത് ഒരു കായാന്തരിത ശിലയാണ്. മാർബിൾ കായാന്തരിതമാണ്. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. നോക്കാം നമുക്ക്. ആഗ്നേയശില ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, ശരിയല്ലേ? ആഗ്നേയശില ഗ്രാനൈറ്റ് ആണ്. അവസാദ ശില ബസാൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ആഗ്നേയ ശിലയാണ്. അപ്പൊ ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്ത ജോഡിയാണ്. കായാന്തരിത ശില മാർബിൾ ശരിയാണ്. മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ഇതും ശരിയാണ്. സോ ഓപ്ഷൻ ബി, 2 മാത്രമാണ് അവിടെ ശരിയായിട്ട് വരേണ്ടത്. ഇനി നമുക്ക് കഴിഞ്ഞൊരു അതായത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ഡിഗ്രി ലെവൽ പ്രിലിംസിനാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന ശിലകളിലെ മാറ്റം ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന ഗ്രാനൈറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? നൈസായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന ആഗ്നേയ ശിലകളോ അല്ലെങ്കിൽ അവസാദ ശിലകളോ ഒക്കെ കായാന്തരിത ശിലകളായിട്ട് മാറും. ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആഗ്നേയ ശിലയാണ്. അത് നൈസ് എന്ന് പറയുന്ന അവസാദ ശിലയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ചുണ്ണാമ്പ് കല്ല്, ഈ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്നത് എന്താണ്? അവസാദ ശിലയല്ലേ, അത് എന്തായിട്ട് മാറുന്നുണ്ട്? അത് മാർബിൾ എന്ന് പറയുന്ന കായാന്തരിത ശിലയായിട്ട് മാറുന്നുണ്ട്. പിന്നെയാണ് ബസാൾട്ട് ആഗ്നേയ ശിലയാണ്. ബസാൾട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഷിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഷിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കായാന്തരിത ശിലയാണ്. അതായത് ചില പ്രോസസ് ഒക്കെ നടന്നിട്ട് ആഗ്നേയ ശിലകളും അവസാദ ശിലകളും കായാന്തരിത ശിലകളായിട്ട് മാറുന്നുണ്ട്. അതിന്റെയാണ് എന്തോ കൂട്ടത്തിൽ പെടാത്തതോ തെറ്റായ ജോഡി അങ്ങനെ എന്തോ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഓപ്ഷനാണ് തന്നിരുന്നത്. മണൽക്കല്ലാണ് ക്വാർട്സൈറ്റ് ആയിട്ട് മാറുന്നത്. കളിമണ്ണും ഷെയിലൊക്കെ സ്ലേറ്റ് ആയിട്ട് മാറും. കൽക്കരിയാണ് എന്തായിട്ട് മാറുന്നത്? ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കായാന്തരിത ശിലകളാണ് ഈ പറയുന്ന നൈസ് ഉണ്ട്, ഷിസ്റ്റ് ഉണ്ട്, മാർബിൾ ഉണ്ട്, ക്വാർട്സൈറ്റ് ഉണ്ട്, രത്നങ്ങള്, നമ്മുടെ വജ്രം, ഇതൊക്കെ എന്താണ്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ സ്ഥാനമേത്? അതായത് ഭൂകമ്പ തരംഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഭൂകമ്പ നാഭി അഥവാ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രഭവ കേന്ദ്രം അഥവാ അതിനെ പറയുന്നതാണ്
ഹൈപ്പോസെന്റർ എന്ന് പറയും. ഓക്കെ, ഇനി ഭൂകമ്പ നാഭിക്ക് നേരെ മുകളിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ അതികേന്ദ്രം അഥവാ എപ്പി സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഭൂകമ്പ നാഭിയാണ്, എപ്പി സെന്റർ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ശരിയായത് ഏതെന്നുള്ളതാണ്. ശരിയായത്, ഒരു ഭ്രംശത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിനാലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഒന്നും രണ്ടും എന്താണ്? ശരിയാണ്. ഒന്നും രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? അതായത് രണ്ട് ശിലകൾ തമ്മിൽ തെന്നി മാറുമ്പോഴാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു ഭൂകമ്പമാണ് എന്ത് പറയുന്നത്? അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്. അതായത് അഗ്നിപർവ്വതങ്ങൾ സജീവമായ സ്ഥലങ്ങളിൽ ടെക്ടോണിക് ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ അതിനെ പറയും അഗ്നിപർവ്വതജന്യ സ്ഫോടനങ്ങൾ എന്ന് പറയും. നെക്സ്റ്റ് ആണ് കൊളാപ്സ്. അതായത് എന്താണ്? കൊളാപ്സ് ആയിപ്പോയി എന്ന് പറയത്തില്ലേ? തീവ്രമായിട്ട് ഖനനം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന മണ്ണിടിഞ്ഞ് ഭൂകമ്പം ഉണ്ടാകും. അതിനെയാണ് കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് വിസ്ഫോടന ഭൂകമ്പങ്ങൾ. അതാണ് ഈ ആണവ രാസസ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് വിസ്ഫോടന ഭൂകമ്പങ്ങൾ. പിന്നെയുള്ളത് ജലസംഭരണി പ്രേരിത ഭൂകമ്പം, അതായത് റിസർവോയർ ഇൻഡ്യൂസ്ഡ്. എവിടെയെങ്കിലും വലിയ ശക്തിയിലുള്ള നല്ല കൂറ്റൻ ജലസംഭരണിയൊക്കെ ഉള്ളിടത്ത് ഭൂകമ്പം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? അന്തരീക്ഷമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നൈട്രജൻ ആണ്. ഭൂവൽക്കം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും ഉള്ളത് ആർഗണും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. 1ാം സ്ഥാനം നമുക്കറിയാം നൈട്രജൻ ആണ്. അത് എത്രയാണ്? 78% ആണ്. 2ാം സ്ഥാനം ഓക്സിജൻ ആണ്. അത് എത്രയാണ്? 21% ആണ്. 3ാം സ്ഥാനമാണ് ഈ പറയുന്ന ആർഗൺ. അത് എത്രയാണ്? ആർഗൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്, 0.93, 1% പോലും ഇല്ല. പക്ഷെ അതിനാണ് 3ാം സ്ഥാനം. നെക്സ്റ്റ് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് എത്രയാണ്? 0.036 ആണ്. നെക്സ്റ്റ് ആണ് ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷമാണ്. അവിടെ ഏതാണ്? നൈട്രജൻ ആണ്. ട്രോപ്പോസ്ഫിയറിന്റെയും സ്ട്രാറ്റോസ്ഫിയറിന്റെയും വേർതിരിക്കുന്ന പാളി ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ വേർതിരിക്കുന്നത് എന്താണ്? ട്രോപ്പോപാസ് ആണ്. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ടല്ലേ പാളി വരുന്നത്. അപ്പൊ അതിന്റെ താഴത്തെ പേരാ വരുന്നത് ട്രോപ്പോപാസ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായത് വിമാനങ്ങൾ അതേപോലെ ഓസോൺ പാളിയേക്കുള്ളത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി അതും ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഉൽക്കാവർഷം എവിടെയാണ്? അത് മീസോസ്ഫിയറിലാണ്. ഉൽക്കാവർഷ പ്രദേശം. ഇത് കഴിഞ്ഞ ഗാദി ബോർഡ് LD പ്രിലിംസിന് ചോദിച്ചതാണ്. സാധാരണ ചോദിക്കുന്ന ഈ പറയുന്ന റേഡിയോ തരംഗങ്ങൾ ചോദിക്കാറുണ്ട്. ഓസോൺ പാളി ഒക്കെയാണ് വിമാനം പോകുന്നത്, നമ്മുടെ അന്തരീക്ഷം, അങ്ങനെയൊക്കെ ചോദിക്കാറ്. അപ്പൊ അന്ന് മാറ്റി ചോദിച്ചതാണ്. ഉൽക്കാവർഷ പ്രദേശം എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് 50 to 80 ആണ്. പിന്നെ അവിടെയാണ് എന്ത് പറയുന്നത്? ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. അവിടെയാണ് ഉൽക്കാവർഷ പ്രദേശം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി മീസോസ്ഫിയറിന് ശേഷം എന്താണ്? മീസോസ്ഫിയറിനും തൊട്ടടുത്ത പാളിയാണ് ഏറ്റവും അവസാനത്തെ പാളിയായ തെർമോസ്ഫിയർ. അതിൻ്റെ ഇടക്കുള്ള അപ്പൊ മീസോസ്ഫിയർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? തെർമോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ അതിർവരമ്പിന്റെ പേര് എന്തായിരിക്കും? മീസോപാസ്. ഇതിന്റെ പേര് വെച്ചിട്ടാ പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ചോദിക്കുമ്പോൾ അത് ഏതാണ്? തെർമോസ്ഫിയർ ആണ്. ഈ തെർമോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? അറോറ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ റീലുകളിലൊക്കെ കാണാം. ഈ ധ്രുവ പ്രദേശങ്ങളിലൊക്കെ, ഈ കാനഡ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ റീലിടും. ഇങ്ങനെ ഒരു പച്ച കളറിലെ ആകാശം നല്ല ഭംഗിയൊക്കെ കാണുന്നത്. ആ ഒരു അറോറ നടക്കുന്നത് തെർമോസ്ഫിയറിലാണ്. നെക്സ്റ്റ് നോക്കാം. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം അതെന്താണ്? അയോൺസ് ആയിട്ടാണ് റേഡിയോ പ്രക്ഷേപണം നടത്തുന്നത് ചിന്തിക്കുക. അപ്പൊ അതേതാണ്? അയണോസ്ഫിയർ ആണ്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ട്രോപ്പോസ്ഫിയറിലാണ് നമ്മുടെ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നടക്കുന്നത്. ശരിയാണ്. അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ ശരിയാണ്.
സ്ട്രാറ്റോസ്ഫിയർ, അറോറ. സ്ട്രാറ്റോസ്ഫിയറിലല്ല അറോറ, അറോറ നടക്കുന്ന എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. അപ്പൊ ഇത് തെറ്റാണ്. മീസോസ്ഫിയർ, ഓസോൺ പാളി. ഓസോൺ പാളി ഉള്ളത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഇതും തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയാണ്. സോ 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായ ജോഡിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോക മണ്ണ് ദിനം. മണ്ണ് ദിനം എന്ന് പറയുന്നത് എന്നാണ്? ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് പഠിക്കേണ്ടതാണ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ്. അതേപോലെ തന്നെ ഡിസംബറുമായിട്ട് പർവ്വത ദിനമുണ്ട്. ഡിസംബർ 11 ഡിസംബർ 11 പർവ്വത ദിനമാണ്. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്ത്? 2021 പ്രമേയം മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് 2021 മണ്ണ് ദിനത്തിന്റെ പ്രമേയം. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? 2024 പ്രമേയം പഠിക്കണം. അതല്ലേ ജസ്റ്റ് കഴിഞ്ഞത്. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് മണ്ണ് സംരക്ഷിക്കുക, അളക്കുക, നിരീക്ഷിക്കുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? കെയറിംഗ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ ആൻഡ് മാനേജ്. കെയറിംഗ് ഫോർ സോയിൽ, മണ്ണ് സംരക്ഷിക്കുക അല്ലെങ്കിൽ മണ്ണിനെ പരിപാലിക്കുക, അളക്കുക, മെഷർ, മോണിറ്റർ ആൻഡ് മാനേജ്. മണ്ണ് സംരക്ഷിക്കുക, അളക്കുക, നിരീക്ഷിക്കുക, കൈകാര്യം ചെയ്യുക. അതാണ് 2024 പ്രമേയം. അത് ജസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ്, മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? പെഡോളജി. പെഡോളജി അല്ലെ? ഒരു പെട്ട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മണ്ണിലേക്ക് വീഴുമെന്ന് കണക്ട് ചെയ്ത് വെക്കുക. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? പെഡോളജി. ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെ ജലമണ്ഡലം എന്ന് പറയും. അതിൽ എത്രയാണ് ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം? 2% കുറവാണ് ഭൂഗർഭ ജലം എന്ന് പറയുന്നത്. 97% എന്താണ്? ലവണജലം, അതായത് ഉപ്പുജലം. നമുക്കറിയാം 2/3 ഭാഗവും എന്താണ്? കടലാണ് അല്ലെ? ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ബാക്കിയുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ബാക്കി ടോപ്പിക്കുകൾ ഇനി ഏകദേശം മൊത്തം 80ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എല്ലാം കൂടി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. അടുത്ത ടോപ്പിക്കല്ല, ഇതിന്റെ ബാക്കിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്